ഈ ഗ്രേവിയും കൂട്ടി ചൂടോടെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ഹലോ ഹായ്, ഇതാ മട്ടൻ്റെ തലയും കൊണ്ടാണ് വന്നേക്കുന്നത്. മട്ടൻ്റെ തല പുരട്ടാനാണ് വന്നേക്കുന്നത്. 2 തലയുണ്ട്, 2 കുഞ്ഞിത്തല. അപ്പം നമുക്ക് മട്ടൻ തല പുരട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മളിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ വാലില്ലാത്ത കുക്കർ. അതിലേക്ക് നമുക്ക് തല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലോട്ട് ഇതാ ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച്, ഒരു 10-20 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള അതരിഞ്ഞത്, പിന്നെ 2 തക്കാളി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു നല്ല വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 6-7 പച്ചമുളക് കീറിയത്. ഇത് നമ്മൾ അധികം മുളക് പൊടിയൊന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ നമ്മളിതാ ഇനി ഓരോന്നോരോന്ന് ചേർക്കണം. ഇതാ കുരുമുളക് പൊടി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കാശ്മീരി പൊടി ഇതാ ഈ ചെറിയ സ്പൂണിന് 1 സ്പൂൺ കേട്ടോ. എരിവുള്ള മുളക് പൊടി, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടൊരു 3/4 സ്പൂണ് എരിവുള്ള മുളക് പൊടി. മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾ പൊടി 1/2 സ്പൂണ് കേട്ടോ. അതിലത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടേതാ. അപ്പം 1/2 സ്പൂണ്. പിന്നെ നമ്മുടെ മസാലപ്പൊടി, നമ്മൾ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ. പട്ട, ഗ്രാമ്പ് അതെല്ലാം കൂടി പൊടിച്ചത് ഒരു 1/2 സ്പൂൺ. പിന്നെ നമ്മുടെ ബിരിയാണി മസാല, മട്ടൻ ബിരിയാണി മസാലയാണ് കേട്ടോ, 1 സ്പൂൺ. ഇതല്ല ഒരു 1.5 സ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മുടെ മസാല ഐറ്റങ്ങൾ ഇതാ ബേ ലീഫ്, പിന്നെ 2-3 കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക്, 2-3 ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം എല്ലാം കൂടി, അതെല്ലാം കൂടി. ഇത് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതാ ഇതിന് 1 കപ്പ് വെള്ളം അത് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മളെല്ലാം കൂടെ പുരട്ടി ഇതാ കുക്കറിലേക്കാക്കി എല്ലാം പുരട്ടി റെഡിയാക്കി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. കുക്കർ നമുക്ക് അടച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എൻ്റെ കുക്കർ പോയിരിക്കുകയാണ്, എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഫ്ലെയിം കത്തിച്ചു കൊടുക്കാം. ഇതിന് ഒരു വിസിലടിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം സിമ്മിലൊന്ന് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പം അങ്ങനെ ഇരിക്കട്ടെ, ആവട്ടെ. അങ്ങനെ നമ്മുടെ മട്ടൻ തല വെച്ചിട്ട് കുറച്ച് നേരം ആയാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ ഓഫാക്കി വെന്ത് നല്ല റെഡിയായി ഇരിപ്പുണ്ട്. നമുക്ക് നിലക്ക് നോക്കട്ടെ. നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ഈ പാനിലോട്ടാക്കി കൊടുക്കാം. നമുക്കിതാ ഈ പാനൊന്ന് കത്തിച്ച്, അത് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഈ പാൻ ദാ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിന് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഇതാ RKG ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിലേക്ക് പെരുംജീരകവും നല്ല ജീരകവും കൂടെ കുറച്ചിട്ട് നമ്മുടെ തലയും ഗ്രേവി എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇങ്ങനെ ഇതിൽ കിടന്ന് ഈ പാനിൽ കിടന്ന് നല്ല ഈ ഗ്രേവിയൊക്കെ പറ്റി നല്ല വരണ്ട് വരട്ടെ. പക്ഷേ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടോടെ പൊറോട്ടയുടെ കൂടെ ഈ ഗ്രേവി പറ്റിക്കണമെന്നൊന്നുമില്ല, ഈ ഗ്രേവിയും കൂട്ടി ചൂടോടെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. എന്തായാലും കുറച്ചൊന്ന് പറ്റിയൊന്ന് വിരളൻ പോലെ ഒന്നാവട്ടെ. ഇനി നമുക്ക് മസാലയൊന്നും വേറെ ഒന്നും ചേർക്കണ്ട, ഇത് മാത്രം മതി. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തലേന്ന് തിരിച്ച് ഇങ്ങനെയാണ് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പെരട്ടി റെഡിയാക്കിയൊക്കെ നമുക്ക് എടുക്കാം. എന്താ നല്ല നടന്നിങ്ങോട്ട് പോരാൻ തുടങ്ങി. സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് തോണ്ടി തിന്നാം നമുക്ക്. അത്രയ്ക്ക് നല്ല വെന്ത് നല്ല റെഡിയായി വന്നു. അങ്ങനെ നമ്മുടേതാ മട്ടൻ തല കറി നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. ഭംഗിയായിട്ട് വെന്ത് നല്ല റെഡിയായി കേട്ടോ, നല്ല അടിപൊളി കറി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ തലക്കറി. അങ്ങനെതാ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ എന്തിൻ്റെ കൂടെ കഴിക്കാനും, പത്തിരിയുടെ കൂടോ അടിപൊളി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.